നമസ്തേ. നമ്മൾ കബീർദാസിൻ്റെ ദോഹ പഠിച്ചിരുന്നു. കബീർദാസിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കവിയാണ് സൂർദാസ്. കബീർദാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേ നിർഗുണ ഭക്തി ധാരാക്കെ കവി ഥേ. അങ്ങനെയെങ്കിൽ സൂർദാസ് സഗുണ ഭക്തി ധാരയുടെ പ്രവർത്തക. അതായത് സഗുണഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഒരു രൂപം കൽപ്പിക്കുകയും ഈശ്വരനെ കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കും എന്നുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം കവികളാണ് സഗുണഭക്തിയുടെ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പോൾ കബീറിൻ്റെ ഈശ്വരന് ഒരു രൂപമുണ്ടായിരുന്നില്ല എങ്കിൽ നേരെ മറിച്ച് സൂർദാസിനെ പോലെയുള്ള സഗുണഭക്തർ, സൂർദാസ്, തുളസീദാസിനെ പോലെയുള്ള സഗുണഭക്തർ ഈശ്വരന് ഒരു രൂപമുണ്ടെന്ന് സങ്കല്പിച്ചവരാണ്. എന്നിട്ട് ആ ഈശ്വരനെ പ്രകീർത്തിച്ച് കാവ്യങ്ങൾ രചിച്ചവരാണ്. അപ്പോൾ സൂർദാസിൻ്റെ ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണനെ തൻ്റെ സുഹൃത്തായിട്ട് സങ്കല്പിച്ചാണ്, കൃഷ്ണനോടൊപ്പം കവിയും കൂടെ കളിക്കുന്നതായിട്ട് സങ്കല്പിച്ച്, അതായത് തൻ്റെ ഒപ്പം നടക്കുന്ന കളിക്കൂട്ടുകാരനായിട്ട് സങ്കല്പിച്ചാണ് സൂർദാസ് ഈ കാവ്യങ്ങൾ എഴുതിയിട്ടുള്ളത്, കൃഷ്ണഭക്ത കാവ്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണഭക്ത കവി ഹേ സൂർദാസ്. അതുപോലെ ഇനിയുണ്ട് തുളസീദാസ് ഉണ്ട്, അദ്ദേഹം രാമഭക്ത കവിയാണ്. സഗുണഭക്ത കവി എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് രാമനെന്നോ കൃഷ്ണനെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു രൂപത്തെ ഉപാസിച്ചവർ, അവരാണ് സഗുണഭക്ത കവികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിർഗുണഭക്തിയുടെ ഒരു പ്രവർത്തകനായ കബീറിനെ പഠിച്ചതുപോലെ സഗുണഭക്തിയുടെ പ്രയോക്താവായ സൂർദാസിനെയും നമ്മൾ പഠിക്കണം. അപ്പോൾ സൂർദാസ് സഗുണഭക്തി ശാഖാക്കെ കൃഷ്ണഭക്ത് കവി ഹെ. അപ്പോൾ സഗുണഭക്തിയുടെ ഉപജ്ഞാതാവെന്നല്ല പറയുക, സഗുണഭക്തിയുടെ പ്രവർത്തകനാണ്. അപ്പോൾ സഗുണഭക്തി അദ്ദേഹത്തിന് മുൻപ് പലരിലും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരിൽ ഒരാളാണ് സൂർദാസ്. അപ്പോൾ ഇത്ര മനോഹരമായി കൃഷ്ണൻ്റെ ബാലലീലകളെ വർണ്ണിച്ചിട്ടുള്ള മറ്റൊരു കവി ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ കൃഷ്ണൻ്റെ കുട്ടിക്കാലമൊക്കെ, കൃഷ്ണൻ്റെ രൂപവർണ്ണനയായാലും കൃഷ്ണൻ്റെ ബാലചാപല്യങ്ങൾ, ചേഷ്ടകൾ, വികൃതി, കുസൃതി, പിന്നെ അമ്മയുടെ വാത്സല്യം, ഉണ്ണിക്കണ്ണനോടുള്ള കണ്ണൻ്റെ അമ്മയുടെ മാതാ യശോദയുടെ വാത്സല്യം, ഇതൊക്കെ വളരെ മനോഹരമായി തന്നെ യാനി ജീവന്ത് ചിത്രം ക്യാ ഹെ സൂർദാസ് ജീനെ. അപ്പോൾ വളരെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി നമുക്ക് അവയെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിമനോഹരമായി കൃഷ്ണവർണ്ണന നടത്തിയിട്ടുള്ള കവിയാണ് സൂർദാസ്. അപ്പോൾ സൂർദാസിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വ്രജ് ഭാഷയാണ്. അപ്പോൾ മധുരയിൽ നിന്നും വ്രജ് ഉപയോഗിക്കുന്നു. അപ്പോൾ മധുര എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ജനന സ്ഥലം, കൃഷ്ണൻ ജീവിച്ച അല്ലെങ്കിൽ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ കണ്ണൻ്റെ അവിടുത്തെ ജീവിതം, വൃന്ദാവനത്തിൽ കണ്ണൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്, സൂർദാസ് വർണ്ണിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഗുണഭക്തിയുടെ കൃഷ്ണഭക്ത കവിയാണ് സൂർദാസ്. സഗുണഭക്തി ധാരയിലെ കൃഷ്ണഭക്ത കവിയാണ് സൂർദാസ്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം महाप्रभु वल्लभाचार्य के पौत्र गोकुलनाथ कृत 84 वैष्णवन की वार्ता तथा सूरदास कृत सूर सारावली और साहित्य लहरी के आधार पर इनका जन्म. അതായത് ഈ പ്രാചീന കാലത്തെ കവികളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ജനിച്ചത് എവിടെ, ജീവിച്ചത് എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആധികാരികമായിട്ട് കിട്ടുന്ന രേഖകൾ എന്താണെന്ന് വെച്ചാൽ അവരെക്കുറിച്ചൊക്കെയുള്ള റിസർച്ച് പുസ്തകങ്ങളാണ്. അപ്പോൾ ആ പുസ്തകങ്ങളിലൊക്കെ ഏറെക്കുറെ പേരും അദ്ദേഹം ജനിച്ചതായി പറയപ്പെടുന്നത് അത് ഏകദേശം 1540 സംവത്തിനാണെന്നാണ്. അതായത് നമ്മുടെ സംവത്ത് എന്ന് പറയുന്നതും സൻ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന ആ കലണ്ടറാണ് സൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു 57 വർഷത്തോളം വ്യത്യാസം ഉണ്ടാവും സംവത്തിന്. അപ്പോൾ 1478 അദ്ദേഹത്തിൻ്റെ ജനനമെന്നും 1589 അദ്ദേഹത്തിൻ്റെ മരണമെന്നും നമുക്ക് വ്യക്തമാക്കി തരുന്ന ആധികാരിക രേഖകളെക്കുറിച്ചാണ് ഇതിന് തൊട്ടുമുമ്പ് പറഞ്ഞത്. അതായത് മഹാപ്രഭുവായ വല്ലഭാചാര്യർ ഇദ്ദേഹത്തിൻ്റെ സൂർദാസിൻ്റെ ഗുരു കൂടിയാണ്. അപ്പോൾ വല്ലഭാചാര്യരുടെ പൗത്രൻ എന്ന് പറയുമ്പോൾ മകൻ്റെ മകനായ ഗോകുൽനാഥ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, 84 വൈഷ്ണവൻ കി വാർത്ത. അതിൽ സൂർദാസിൻ്റെ ജനനത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതാണ് നമുക്കുള്ള ഒരു രേഖ. രണ്ടാമത് സൂർദാസ് തന്നെ എഴുതിയ സൂർ സാരാവലി എന്ന പുസ്തകത്തിലും സാഹിത്യ ലഹരി എന്ന് പറയുന്ന പുസ്തകത്തിലുമൊക്കെ
ഇദ്ദേഹത്തിൻ്റെ ജനനകാലത്തെക്കുറിച്ച് അദ്ദേഹം സ്വയം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരവും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള, സൂർദാസിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള രാംചന്ദ്ര ശുക്ല ആണ് ഇദ്ദേഹം ജനിച്ചതും മരിച്ചതുമായ സമയം 1478 ജനിച്ചു, 1589 മരിച്ചു എന്ന് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കെ സംബന്ധമേ പ്രാമാണിക് രൂപ് സെ കുച്ച് നഹീ കഹാ ജാ സക്ത. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊന്നും കൃത്യമായ ഒരു രേഖയില്ല. അതാണ് പ്രാമാണികത നഹീ ഹെ എന്ന് പറഞ്ഞ് എവിടെയും എഴുതപ്പെട്ട കൃത്യമായൊരു രേഖ നമുക്ക് അവൈലബിൾ അല്ല. എനിക്ക് ജാതി പർ ഭി മതഭേദ ഹെ. അപ്പോൾ എങ്ങനെ ജനിച്ചു, ആരുടെ കുട്ടിയായി ജനിച്ചു, അല്ലെങ്കിൽ എന്ത് ജാതിയിൽ ജീവിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായൊരു ധാരണയില്ല. ചിലർ അദ്ദേഹം വിവാഹിതധേ ഒരു അവിവാഹിതധേ എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു അദ്ദേഹം വിവാഹം കഴിച്ച ആളാണ്, ചിലർ മാരീഡ് അല്ല എന്ന് പറഞ്ഞു. അതുപോലെ സൂർദാസ് കെ അന്ധത്വക്കോ ലേക്കർ ഭി മതഭേദ ഹെ. അന്ധത്വം എന്ന് പറഞ്ഞാൽ ഒരുപാടിടങ്ങളിൽ സൂർദാസ് ജന്മന അന്ധനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ജനിച്ചപ്പോഴേ സൂർദാസിന് കാഴ്ചയില്ലെന്ന് പലയിടത്തും പറയുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാൾക്കൊരു കുഞ്ഞിൻ്റെ ഇത്രയും സൂക്ഷ്മമായ, അതായത് ഉണ്ണിക്കണ്ണൻ്റെ ഇത്രയും സൂക്ഷ്മമായ ബാലചാബല്യങ്ങളൊക്കെ വർണ്ണിക്കാൻ എങ്ങനെ സാധിക്കും, അത്രയും മനോഹരമായ രൂപവർണ്ണന നടത്താൻ എങ്ങനെ സാധിക്കും, ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷനെ ഇത്രയും ഡെപ്തിൽ പോയിട്ട് വർണ്ണിക്കാൻ എങ്ങനെ സാധിക്കും എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപാട് പേര് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും അതൊക്കെ നേരിട്ട് കൺമുന്നിൽ കാണാതെ ഒരാൾക്ക് അങ്ങനെയൊന്നും വർണ്ണിക്കാൻ കഴിയില്ല എന്നൊരു വാദഗതിയെ മുൻനിർത്തി ചിലരെങ്കിലും പറഞ്ഞു ജന്മനാ അന്ധനൊന്നും ആയിരുന്നില്ല സൂർദാസ് എന്നാണ് ചിലരുടെ ഒരു വാദം. അപ്പോൾ രണ്ട് തരത്തിലും പറയപ്പെടുന്നുണ്ട്. ജന്മാന്ധത ഉണ്ടായിരുന്നു, അതായത് ജന്മനാന്ധത ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ പിന്നീട് അന്ധനായതാണെന്നും പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. ഇനി प्रकृति के विविध रंग रूपों और बालकों तथा युवा युवतियों की विभिन्न सूक्ष्मतम मुद्राओं एवं चेष्टाओं का सूर्य ने जिस सूक्ष्मता से चित्रण किया है कोई अंधा व्यक्ति नहीं कर सकता. എന്തുകൊണ്ടാണ് ജന്മന അന്ധനല്ല എന്ന് ചിലരെങ്കിലും പറഞ്ഞത്? അതായത് പ്രകൃതിക്ക് വിഭിന്ന രൂപരംഗ്, പ്രകൃതിയുടെ ഓരോ നിറങ്ങൾ, അതിൻ്റെ സൗന്ദര്യം ഒക്കെ, അതുപോലെ ബാലകന്മാർ, യുവാക്കൾ, യുവതികൾ, അങ്ങനെ അവരുടെയൊക്കെ ഓരോ പ്രണയലീലകൾ, പ്രണയചേഷ്ടകൾ, വാത്സല്യ വർണ്ണനകൾ, ഇതൊക്കെ സൂക്ഷ്മതാസെ ചിത്രീകരിക്കുക, വളരെ സൂക്ഷ്മമായി ഇദ്ദേഹം ചിത്രീകരിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ജന്മനാ അന്ധനായ വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് ചിലരെങ്കിലും പറഞ്ഞത്. സൂർദാസ് की അക്ഷയ് കീർത്തി का आधार സൂർസാഗർ है. അപ്പോൾ സൂർദാസിൻ്റെ പുസ്തകങ്ങളുടെ പേരെന്ന് പറയുന്നത് സൂർസാഗർ, സൂർസാരാവലി, സാഹിത്യ ലഹരി തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കീർത്തി നേടിക്കൊടുത്ത പുസ്തകം എന്ന് പറയുന്നത് സൂർസാഗർ എന്ന പുസ്തകമാണ്. അപ്പോൾ ഇതിനകത്ത് സൂർസാഗർ എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ സൂർസാഗറിൽ ഏകദേശം 5000 പദ്, 5000-ഓളം കൃഷ്ണഭക്തി പദങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ 12 സ്കന്ദ് അല്ലെങ്കിൽ അധ്യായങ്ങളുണ്ട്, 12 അധ്യായങ്ങളായിട്ടാണുള്ളത്. സൂർ പ്രേം കെ കവി ഹെ. അപ്പോൾ പ്രണയ വർണ്ണന ഒരുപാട് നടത്തിയിട്ടുള്ള കവിയാണ്. അദ്ദേഹത്തെ ശൃംഗാരി കവി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ വാത്സല്യ വർണ്ണനയ്ക്കായാലും അതുപോലെ ശൃംഗാര ചേഷ്ടകളുടെ വർണ്ണനയിലായാലും സൂർദാസിനെ കടത്തിവെട്ടാൻ അന്നും ഇന്നും ഒരു കവി ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രണയത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അതിസൂക്ഷ്മമായ ചേഷ്ടകളെ വളരെ മനോഹരമായി തന്നെ വർണ്ണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായൊരു കഴിവാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഖ്യാതി നേടിക്കൊടുത്തത്. सूर काव्य में माधुर्य प्रेम का अत्यंत विशद और व्यापक रूप देखने को मिलता है. മധുര പ്രണയം അതിൻ്റെ വളരെ വ്യാപകമായ ഒരു വർണ്ണന നമുക്ക് കാണാൻ സാധിക്കും. ബാൽ ലീല കെ പദ്, അദ്ദേഹത്തിൻ്റെ ബാലലീല, അതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ബച്ചെ ആപസ് മേം ഖേൽത്താ ഹെ, ഝഗഡ്താ ഹെ, പരസ്പരം കുട്ടികൾ അടികൂടുന്നു, കേസെ ഝൂട്ട് ബോൾത്താ ഹെ, കള്ളം പറയുന്നു, ബഹാന ബനാത്തെ ഹെ, എങ്ങനെയാണ് ഓരോ അമ്മയെ പറ്റിക്കാനൊക്കെ കുട്ടികൾ നാട്യം കാട്ടുന്നത്, സോത്ത ജാഗത റൂഢത, ഉറങ്ങുന്നത്, ഉണരുന്നത്, പിണങ്ങുന്നത്, ഓർ കേസെ മനാത്ത ഹെ, അമ്മ അവനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് സൂക്ഷ്മമായ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ചേഷ്ടകൾ, വർണ്ണനകളും അതുപോലെ പ്രണയിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ശൃംഗാരിക വർണ്ണനകളും ഒക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. बचपन से एक साथ खेलने कूदने वाले बालक बालिका जब बड़े हो जाते हैं तो उनमें आपस में കൈശോർ പ്രേം കി അനുഭൂതി ജാഗ്നെ ലക്തി. അപ്പോൾ കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന കുട്ടികൾ വലുതാകുമ്പോൾ, അപ്പോൾ വൃന്ദാവനത്തിലെ ചില കാഴ്ചകളൊക്കെ ആണ് അവിടെ പറയുന്നത്, വലുതാകുമ്പോൾ ഇവരെങ്ങനെയാണ് പിന്നീട് പ്രണയത്തിലേക്ക് അവരുടെ ആ ഒരു റിലേഷൻ കൺവേർട്ട് ആവുന്നത്, അങ്ങനെയൊക്കെയുള്ള വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർണ്ണനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂർസാഗർ നിശ്ചയി ബാലചേഷ്ടാംഗ വിശ്വകോശ. അദ്ദേഹത്തിൻ്റെ രചനയായ സൂർസാഗറിനെ ബാലചേഷ്ടകളുടെ എൻസൈക്ലോപീഡിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാലചേഷ്ട എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ കുട്ടികൾ, കൊച്ചു കുട്ടികൾ
കാട്ടുന്ന വികൃതി കുസൃതികൾ അതിനെയൊക്കെ വളരെ മനോഹരമായി വർണ്ണിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ അതിനെ വിശ്വകോശം എന്ന് വിളിക്കുന്നത്. എന്താണ്? എൻസൈക്ലോപീഡിയ. ബാലചേഷ്ടാവും കാ വിശ്വകോശ ഹെ സൂർസാഗർ. സൂർസാഗർ എന്ന പുസ്തകം, അദ്ദേഹത്തിൻ്റെ സൂർസാഗർ എന്ന പുസ്തകത്തെ ബാലചേഷ്ടകളുടെ എൻസൈക്ലോപീഡിയ എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ്. രസരാജ് ശൃംഗാർ കാ ചിത്രണം. അപ്പോൾ രസങ്ങൾ, നവരസങ്ങളുണ്ട്. നവരസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയപ്പെടുന്നത് ശൃംഗാര രസമായതുകൊണ്ട് അതിനെ ശൃംഗാര രസകോ രസങ്ങളുടെ രാജാവെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ശൃംഗാര രസത്തെ വളരെ മനോഹരമായി വർണ്ണിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. सूर की गोपियों का विरह इतना मार्मिक है कि प्रकृति भी उनके साथ रोती है. അപ്പോൾ സൂർദാസ് കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ വരുന്ന സമയത്ത് പ്രകൃതി കൂടി കരയുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ആ ഭാഗങ്ങളൊക്കെ വർണ്ണിച്ചിട്ടുണ്ട്. സാഹിത്യലഹരിമേ രാധാകൃഷ്ണയ്ക്ക് ലീലാക്ക വർണ്ണന. അപ്പോൾ സാഹിത്യലഹരി എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം നോക്കിയാൽ അതിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് രാധയെയും കൃഷ്ണനെയുമാണ്. സൂർദാസ് കി ശക്തി കാ ആധാർ ഉൻകി ഭാഷ ഹെ. സൂർദാസിൻ്റെ എഴുത്തിൻ്റെ ശൈലി എങ്ങനെയാണെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ബോൽചാൽ की भाषा का काव्यात्मक प्रयोग सबसे पहले सूरदास में दिखाई देता है. ബോൽചാൽ की ഭാഷ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺവെർസേഷൻ ഉപയോഗിക്കുന്ന ഭാഷയെ കാവ്യാത്മകമായിട്ട് കവിതയാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ്. അതായത് നമുക്ക് സംഭാഷണ ശൈലിയിൽ തന്നെ ഉള്ള നമ്മുടെ സംസാര ഭാഷയിൽ തന്നെയുള്ള കാര്യങ്ങളെ കാവ്യമായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത അതെന്ന് വെച്ചാൽ കുറച്ചുകൂടി ജനകീയമായിരിക്കും, ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാകുന്ന ഒന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനകീയനായ കവിയായി മാറി. സൂർദാസിനെ ബോൽചാൽ की വ്രജഭാഷ का प्रयोग किया है. നമ്മുടെ സംസാര അവിടെയുള്ള വ്രജദേശത്തെ ആൾക്കാരുടെ സംസാര ഭാഷയായ വ്രജഭാഷ തന്നെയാണ് അദ്ദേഹം കവിതയ്ക്കായി തിരഞ്ഞെടുത്തത്. ചിത്രാത്മകത, ബിംബാത്മകത, സഹജത അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിശേഷതകളാണ്. അപ്പോൾ സൂറിൻ്റെ കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിത്രാത്മകമാണ്. ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോന്നിനെയും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ അദ്ദേഹം കാട്ടുന്ന ഓരോരോ കാര്യങ്ങളും എന്ന് പറയുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകത, ചിത്രാത്മകത എന്നൊക്കെ പറയുന്ന ഗുണങ്ങൾ അതാണ്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ചിത്രാത്മക ശൈലിയിൽ തന്നെയാണ് കാവ്യങ്ങൾ രചിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെ ഒരു തോന്നലാണ്, ഒരു ചിത്രം വരച്ചതുപോലെ ഒരു തോന്നലാണ് ഓരോ വിഷ്വലുകളും. അതുപോലെ ബിംബാത്മകത എന്ന് പറയുന്നത് ബിംബങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അതായത് നമുക്കിപ്പോൾ ഓരോന്നിനും നമ്മളിപ്പോൾ മഴ എന്ന് പറയുന്നത് നമുക്കൊക്കെ സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പോൾ ഒരു നായകനും നായികയും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടലിൻ്റെ സമയത്ത് അവിടെ മഴയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. അവർ തമ്മിലുള്ള വിരഹം പറയുന്ന സമയത്ത് നട്ടുച്ച വെയിലും വരൾച്ചയും വിണ്ടുകിടക്കുന്ന മണ്ണും ഒക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആകാശം ഇരുണ്ടുമൂടി കാണിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ദുഃഖം പറയുമ്പോൾ അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ബിംബാത്മകത എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയുടെ പല പല ദൃശ്യങ്ങളിലൂടെ നമ്മളെ ആ ഒരു വിഷ്വലിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആ ഒരു രീതിയാണ് ബിംബാത്മകത. പിന്നെ അതുപോലെ സഹജത എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറാലിറ്റി, അതും സൂറിൻ്റെ കാവ്യഭാഷയുടെ പ്രധാനപ്പെട്ട വിശേഷതകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൂർദാസിൻ്റെ കാവ്യങ്ങളെക്കുറിച്ച് നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അതുപോലെ സൂറിൻ്റെ കാവ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സംഗീതാത്മകതയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സംഗീതാത്മകമായ അല്ലെങ്കിൽ നമുക്കത് ഒരു പാട്ട് പോലെ ആലപിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒന്നാണ്, സംഗീതാത്മകമാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷത അങ്ങനെയുള്ളതാണ്. സംഗീത के प्रवाह में कवि अपने साथ पाठक एवं श्रोता को बहाए ले जाते. അപ്പോൾ ആ ഒരു സംഗീതത്തിൻ്റെ ഒഴുക്കിലേക്ക് പാഠകരെ കൊണ്ടുപോകാനുള്ള ഒരു അഭൂതപൂർവമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് സ്പഷ്ട है कि सूरदास का हिंदी काव्य जगत में महत्वपूर्ण स्थान है. അതായത് സൂർദാസിന് ഹിന്ദി കാവ്യജഗത്തിൽ അല്ലെങ്കിൽ ഹിന്ദി കാവ്യലോകത്തിൽ എത്രത്തോളം മഹത്വപൂർണ്ണമായ സ്ഥാനമുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് സൂർദാസ് കൃഷ്ണഭക്ത കവിയാണെന്നാണ്. ഒന്നാമത്തേത് सूरदास कृष्ण भक्त कवि थे, अതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. और सगुण भक्ति शाखा के कृष्ण मार्गी कवि है, സഗുണ ഭക്തി ശാഖയുടെ കവിയാണ്. അവർ അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് പറയുന്നത് സൂർസാഗർ, സൂർസാരാവലി, സാഹിത്യലഹരി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. അബ്കി ഭാഷ വ്രജഭാഷ है और श्रृंगार रस और वात्सल्य वर्णन के क्षेत्र में सूरदास अद्वितीय कवि है. और कृष्ण भक्ति के विभिन्न आयामों को बड़े ही मनोरम ढंग से चित्रित किया है.
और പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൻ്റെ സ്റ്റൈല് അത് വ്രജഭാഷയാണ്, ചിത്രാത്മക ഹെ, ബിംബാത്മക ഹെ, സംഗീതാത്മക ഹെ. ഇതൊക്കെയാണ് സൂർദാസിൻ്റെ ഭാഷ. വേ ജന്മാന്ത് थे, ജന്മന അന്ധനാണ് എന്ന് പറയപ്പെടുന്നു. ലേക്കിൻ आपके काव्य में जो सूक्ष्म वर्णन प्रणय और वात्सल्य का मिलता है उससे पता चलता है, यानी कुछ लोगों का मत है कि वे जन्मांत नहीं थे. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സൂക്ഷ്മമായി വർണ്ണന നടത്താനുള്ള ആ കഴിവ് കണ്ടിട്ട് പലരും അദ്ദേഹം ജന്മന അന്ധനായിരുന്നു എന്നതിനെ നിഷേധിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്